ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൈവശക്തി. ഹല്ലേലൂയ. വിഷയം പരിശുദ്ധാത്മ ശക്തി. ഹല്ലേലൂയ. ഈ വിഷയം ദൈവ മക്കൾക്ക് അനേകർക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇന്ന് സഭകളിൽ വളരെ കുറവ് അനുഭവം മാത്രമേ ദൈവശക്തി കാണുന്നുള്ളൂ. അതിനാൽ ഞാൻ ഈ വിഷയം ഇവിടെ ഓർപ്പിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി, അതായത് ഉൽപ്പത്തി 1:1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, അതായത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവം, പ്രപഞ്ച സൃഷ്ടിയുടെ സൃഷ്ടാവ്, സർവശക്തനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-3 വരെ അധ്യായങ്ങളിൽ കൂടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതായത് ദൈവശക്തിയുടെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്കായി ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ് യേശു ക്രിസ്തു. ഇത് ദൈവശക്തിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ ആണ്. എന്തെന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് മഹാശക്തിയാണ്. ദൈവം നേരിട്ടിറങ്ങിയാൽ ഭൂമിയും പ്രപഞ്ചവും പൈശാചിക ശക്തികളും മറ്റൊരു ശക്തിയും യഹോവയായ ദൈവത്തിന് മുൻപിൽ ഇല്ലാതെയാകും. അതിന് ദൈവത്തിൻ്റെ ഒരു ശബ്ദം മതി. അതാണ് ദൈവശക്തി, ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. അതാണ് ദൈവപ്രവൃത്തി 3 ഭാഗമായിരിക്കുന്നത്. അതായത് ത്രിത്വം, ത്രിയേക ദൈവം. ഹേ മനുഷ്യ, പൊടിമണ്ണേ, നീ ദൈവത്തെ അളക്കാൻ പോകരുതേ. ഹല്ലേലൂയ. നിത്യജീവൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ദൈവം നിനക്കൊരു നിത്യജീവൻ ഒരുക്കിയിട്ടുണ്ട്. അത് സ്വീകരിച്ചാൽ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാം. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവം നിന്നിൽ കനിഞ്ഞത്. അല്ല എങ്കിൽ, ദൈവത്തിന് അനിഷ്ടം തോന്നിയിരുന്നു എങ്കിൽ ഇന്ന് സ്വർഗം മാത്രമേ ബാക്കി കാണുകയുള്ളായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, തിരുവചനം എഴുതിയിരിക്കുന്ന രീതി മനുഷ്യബുദ്ധിയിൽ കൂടെ അല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയാണ് അതിൽ കൂടെ പ്രകടമാവുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഭാഷകളും പ്രവർത്തന രീതികളും ഉൾക്കൊണ്ട് ആത്മീയ ആശയത്തിലും ആത്മീയ കാഴ്ചപ്പാടിലും കൂടെ ആത്മീയതയാണ് മനുഷ്യരാശിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ തിരുവചനത്തിൽ കൂടെ നിഴലിക്കുന്നത്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവത്തിൽ കൂടെ നിവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അവിടെയാണ് പരിശുദ്ധാത്മ ശക്തി കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മോശയുടെ വടി, ഏലിയാവിൻ്റെ പുതപ്പ്, ഇതൊക്കെയും പരിശുദ്ധാത്മ ശക്തിയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യെഹെസ്കേലിൻ്റെ പുസ്തകം
47 അധ്യായം നാം എടുത്താൽ കാണുന്നത് ഹല്ലേലൂയ 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 സ്തോത്രം. യെഹെസ്കേൽ 47 1 മുതൽ 12 വരെ നോക്കുക. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അതായത്, അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ, ഹല്ലേലൂയ, ഇതാരാണ് പറയുന്നത്? യെഹെസ്കേൽ പ്രവാചകൻ പ്രവാസത്തിൽ ആയിരുന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഈ പരിശുദ്ധാത്മ ശക്തിയുടെ ഭാഗം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. വെളിപ്പാടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകനെ ദൂതൻ കൊണ്ടുപോയത് യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിലിലാണ്. കിഴക്കേ വാതിൽ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, കിഴക്കേ വാതിൽക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കിഴക്കേ വാതിലിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും ജീവജല നദി, അതായത് ചെറിയ ഒഴുക്ക് അവിടെ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ആ ഒഴുക്ക് ദൂതൻ പ്രവാചകനെ, യെഹെസ്കേൽ പ്രവാചകനെ കാണിക്കുകയാണ്. വെളിപ്പാടിലാണ്, സ്വപ്നത്തിലാണ്. പ്രവാചകൻ പ്രവാസത്തിലിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തെ വെളിപ്പാടിൽ കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഈ വെള്ളം ഒഴുകുന്നിടത്തെ ദൈവദൂതൻ്റെ കയ്യിൽ ഒരു ചരടുണ്ട്. ആ ചരടെടുത്ത് 1000 മുഴം അളക്കും. 1000 മുഴം അളക്കുമ്പോൾ അത് ഹല്ലേലൂയ നരിയാണിയോളം വെള്ളമായി കാണും. വീണ്ടും അവിടുന്ന് 1000 മുഴം അളക്കുമ്പോൾ അത് മുട്ടോളം വെള്ളമാകും. വീണ്ടും അവിടുന്ന് 1000 മുഴം അളക്കുമ്പോൾ അത് അരയോളം വെള്ളമാകും. ഹല്ലേലൂയ. വീണ്ടും അവിടുന്ന് അളക്കുമ്പോൾ 1000 മുഴം അളക്കാൻ നോക്കുമ്പോൾ നീന്തിയാൽ കടപ്പാൻ വയ്യാത്ത വലിയൊരു നദിയായി കാണും. ഇത് ജീവജല നദി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കാണ് കാണുന്നത്, പരിശുദ്ധാത്മ ശക്തിയാണ് കാണുന്നത്. ആ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ആത്മീയൻ, ഒരു ദൈവമകൻ ഈ പരിശുദ്ധാത്മ നദിയുടെ നടുവിലാണ് ആയിരിക്കുന്നത്. അവിടെ നീന്തുകയാണ്. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കൂ, എത്രയധികം പരിശുദ്ധാത്മാവിനെയാണ് ഒരു ദൈവമകന് നൽകിയിരിക്കുന്നത്. തിരുവചനമാണ് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ നീന്തുന്ന ആ ദൈവമകന്, ഹല്ലേലൂയ, ആത്മാവിൻ്റെ അനുഭവം ഉണ്ടാകുകയാണ്. ആത്മാവിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നീന്തിയാൽ കടപ്പാൻ വയ്യാത്ത അനുഭവമാണ്. ആ നദി വീണ്ടും ഒഴുകുമ്പോൾ ചലിക്കുന്ന പ്രാണികൾ എല്ലാം ജീവൻ പ്രാപിക്കുന്നു. ചലിക്കുന്ന പ്രാണികൾ എന്ന് പറയുമ്പോൾ ആത്മീയരായി അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവർ അവിടെ മുൻപോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, അവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. അവിടെ ജീവജല നദിയിലാണ്. അത് മനസ്സിലാക്കുക. നാം വിശ്വാസികൾ ചെന്ന് കൈയടിച്ച് പാട്ടുപാടി അന്യഭാഷ പറയുമ്പോൾ ആയിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കും. അതല്ല, ആത്മീയ നദിയിൽ ഒഴുകുന്ന അനുഭവമുണ്ട്. ഹല്ലേലൂയ. അതായത് നമ്മുടെ മാനസികമായും ശാരീരികമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നദിയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ആത്മീയ അനുഭവം. അതിനാണ് പെന്തക്കോസ്ത് ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. ദൈവസഭയുടെ ആത്മീയ അനുഭവമാണ്. ഞാൻ പറയാൻ കാരണം, ഹല്ലേലൂയ, ആത്മാവിനാൽ ഞാൻ പറയുന്നു, ഇന്ന് പല ദൈവസഭകളെന്ന് പേരുണ്ടെങ്കിലും, ഹല്ലേലൂയ, ഈ അനുഭവത്തിൽ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. വളരെ ചുരുക്കം ജനം എത്തിയിട്ടുണ്ട്. അധികം ജനവും ആത്മശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ
ഹല്ലേലൂയ. ഈ നദിക്കരയിൽ ജീവവൃക്ഷങ്ങളുണ്ട്. ജീവവൃക്ഷത്തിൽ ജീവവൃക്ഷ ഫലമുണ്ട്. ആത്മീയമായി നാം കാണുമ്പോൾ ജീവജലം പരിശുദ്ധാത്മാവെങ്കിൽ ജീവവൃക്ഷ ഫലം കൃപാവരങ്ങളാണ്, ആത്മീയ അനുഭവങ്ങളാണ്, കൃപാവരങ്ങളാണ് ഈ ഫലങ്ങൾ. ഈ ഫലങ്ങൾ നമുക്കവിടെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കീഴോട്ട് പഠിച്ചു വരുമ്പോൾ അവിടെ പറയുന്നത് ഹല്ലേലൂയ, ഈ ഒഴുകി വരുന്ന ജലം ഹല്ലേലൂയ പരിശുദ്ധാത്മശക്തിയാണ്. ആ പരിശുദ്ധാത്മശക്തിയാണ്. അത് ആത്മീയ ഫലമാണ് കൂടെ ഉള്ളത്. ആത്മാവിൻ്റെ ഫലം, അതായത് ആത്മീയ ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനം നമ്മിൽ മാനസികമായും ശാരീരികമായിട്ടും സംഭവിച്ചിരിക്കും. അതായത് ചുറ്റുപാട് ലോകത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുമാറുന്ന ഒരു അവസരമാണ്. ആ അവസരത്തെയാണ് പറയുന്നത് ഹല്ലേലൂയ ആത്മീയ വിവശത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയ വിവശത നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിൻ്റെ വെളിപ്പാടുണ്ടാകുമ്പോൾ ആത്മീയ വിവശതയുണ്ടാകുകയാണ്. അതായത് ലോകം, ചുറ്റുപാട്, ഈ ജഡീകം എല്ലാം മറക്കുന്ന ഒരവസ്ഥ, ആത്മാവിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥ, തീയുടെ അവസ്ഥ, കൊടിയ കാറ്റിൻ്റെ അവസ്ഥ. ഇത് ഇന്ന് സഭകളിലുണ്ടോ? ഹല്ലേലൂയ. വളരെ ചുരുക്കം ജനത്തിനുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ഇത് സഭയിൽ പൂർണ്ണമായിട്ടായിത്തീരണം. ഒരു 90% ആയിത്തീരണം. അതിനുവേണ്ടിയാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഇത് എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഓർപ്പിക്കേണ്ടതായിട്ട് വരുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ സമയമായിട്ടും തണുത്ത് കിടക്കുന്ന അനുഭവമാണ് ഇന്ന് കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് കാണുന്ന അനുഭവം. അതിനാലാണ് ഞാൻ ഈ പരിശുദ്ധാത്മശക്തി എന്ന വിഷയം എടുക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഹല്ലേലൂയ ഇറങ്ങി വ്യാപരിച്ചു, അഭിഷേകത്തിൽ നിറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് നാം കാണുന്നത്. നാം അത് കാണുമ്പോൾ പല ദൈവമക്കൾക്കും ചിന്ത വരുന്നത് അത് തിരുവചനമാണ്, ദൈവപുത്രനാണ്, അതുകൊണ്ടാണെന്ന്. അല്ല, അതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിൻ്റെ പോരായ്മ. വിശ്വാസമുണ്ടെങ്കിൽ അതുപോലെ തിരുവചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവഹിതത്തിൽ നിന്നും ദൈവവചനം, ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം ഇറങ്ങി വന്ന് പറയുന്ന അല്ല, ഈ വചനം കയ്യിലിരിക്കുന്നത് നമ്മോട് സംസാരിക്കുകയാണ്. നാം ദൈവത്തോടും സംസാരിക്കുകയാണ്. അപ്പോൾ വചനം എന്താണ്? വചനം അതുപോലെ സംഭവിക്കുവാനുള്ളതാണ്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ആ ശക്തി മനസ്സിലാക്കേണ്ടത്. വചനം എന്തു പറയുന്നു അതുപോലെ സംഭവിക്കുവാനുള്ളതാണ്. അതാണ് തിരുവചനം നൽകിയിരിക്കുന്നത്. തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും ഇരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. മത്തായി 3:11 നോക്കുക. ഹല്ലേലൂയ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ വെള്ളത്താൽ സ്നാനമേറ്റു കഴിഞ്ഞു. വെള്ളത്താൽ സ്നാനമേറ്റു കഴിഞ്ഞാൽ ഹല്ലേലൂയ അടുത്തത് തീയാലും പരിശുദ്ധാത്മാവിനാലുമാണ് സ്നാനമേൽക്കേണ്ടത്. പരിശുദ്ധാത്മ സ്നാനമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ തീ പോലെ ഉള്ള അനുഭവം. അതായത് ഹല്ലേലൂയ മാനസികമായും
ശാരീരികമായും ഹല്ലേലൂയ ആ അനുഭവം ഉണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഹല്ലേലൂയ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നാം ലൗകികതയിൽ നിന്നും വേർപെട്ടവരായി തീർന്നിരിക്കും. ലൗകികത ചിന്തിക്കില്ല, ലൗകികത ചുറ്റുപാട് കാണില്ല. ഹല്ലേലൂയ അതാണ് തീയാലും പരിശുദ്ധാത്മാവിനാലുമുള്ള സ്നാനം. പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനമേറ്റ് കഴിഞ്ഞാൽ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. അത് നിലനിർത്തണം. വിശുദ്ധിയിൽ കൂടി, ശുദ്ധീകരണത്തിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ പ്രാർത്ഥനയാലും ഉപവാസത്താലും ശുദ്ധീകരിക്കപ്പെട്ടാൽ ആ വിശ്വാസിയുടെ ആ മകളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. ഹല്ലേലൂയ അവൻ നിത്യതയ്ക്ക് അർഹനാണ്. അവൻ മരണമില്ല, തേജസ്കരിക്കപ്പെട്ടവനായിത്തീരും. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ അതിനാലാണ് ഇതൊക്കെയും ഇവിടെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 2:1-4 വരെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 2:1-4 വരെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് നോക്കുക. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഹല്ലേലൂയ അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ ഇവിടെ കാണിക്കുന്നത് അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. അഭിഷേകം 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിൻ്റെ മാളിക മുകളിൽ 120 പേർ കർത്താവിൻ്റെ അനുയായികൾ കൂടിയിരുന്നപ്പോൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ, മാളിക അടച്ച് ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ട് പോയ കാര്യസ്ഥൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. അവർ ഇരുന്നിടം കുലുങ്ങി. ഒന്ന്. രണ്ടാമതായി അഗ്നിപ്പിളർപ്പുള്ള നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇതാണ് അഭിഷേകം, അഭിഷേകത്തിൻ്റെ അനുഭവം. ഈ അനുഭവം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? തിരുവചനം നമ്മോട് പറയുന്നെങ്കിൽ ഇത് സംഭവിക്കുവാനുള്ളതാണ്, നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹല്ലേലൂയ പത്രോസ് ഇറങ്ങി പ്രസംഗിക്കുമ്പോൾ 3000-ഓളം പേർ സ്നാനമേൽക്കുന്നു. ഹല്ലേലൂയ അവർക്ക് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ കൃപാവരങ്ങൾ നൽകുകയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുകയാണ്, ഉടനെ തന്നെ അവർക്ക് കൊടുക്കുകയാണ്. അത് ഇന്നും സംഭവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ 5000-ഓളം പേർ സ്നാനമേൽക്കുന്നു. ഹല്ലേലൂയ ഞാനിത് പറയുമ്പോൾ ഇന്ന് സഭകൾ ചെയ്യുന്നത്, ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഇന്ന് സഭകൾ ചെയ്യുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 3000 പേർ സ്നാനത്തിന് വരുമോ, 5000 പേർ സ്നാനത്തിന് വരുമോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വിശ്വാസമാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മ. പെന്തക്കോസ്ത് ദൈവമക്കളുടെ സഭകളുടെ പോരായ്മ ആ വിശ്വാസമാണ്. ഇത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സംഭവിക്കുന്നതായിരിക്കും. എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ വചനം അനുസരിച്ച് വചനത്തിൻ പ്രകാരം നടന്നാൽ, ദൈവശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ ദൈവശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. രോഗികൾക്ക് സൗഖ്യം കിട്ടും, പൈശാചിക ബന്ധനങ്ങൾ അഴിയും. ഈ വിശ്വാസം ഉറച്ച വിശ്വാസമായി ആകുവാൻ കഴിയണം. അതായത് ഹല്ലേലൂയ എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 6:16 പറയുന്നു. ഹല്ലേലൂയ 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 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:16 പറയുന്നത് ഹല്ലേലൂയ 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 6:16
16 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:16 പറയുന്നത് ഹല്ലേലൂയ 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 സ്തോത്രം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:16 പറയുന്നത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:16 പറയുന്നത് ഹല്ലേലൂയ എല്ലാറ്റിലും മീതെ ഹല്ലേലൂയ ശത്രുവിൻ്റെ, അതായത് ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുവിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തികളെ തകർപ്പാൻ തക്ക വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുക. വിശ്വാസം നോക്കുക, എടുത്തും കൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ എല്ലാറ്റിനും മീതെ ഹല്ലേലൂയ ശത്രുവിൻ്റെ, അതായത് ശത്രുവിൻ്റെ ആ പ്രവൃത്തികളെ തകർപ്പാൻ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക. വിശ്വാസത്തിന് എത്ര വിലയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആ വിശ്വാസത്തെ ഇന്ന് പകുതി പോലും കാണുന്നില്ല. വളരെ ചുരുക്കം ജനമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:1-4 വരെ പഠിക്കുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ വെളിപ്പാട് 22:1-5 വരെ പഠിക്കുമ്പോൾ പളുങ്കുപോലെ ശുഭമായ ജീവജല നദിയും ഹല്ലേലൂയ കർത്താവിൻ്റെ സിംഹാസനത്തിനും കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്നും ഒഴുകും. ഹല്ലേലൂയ ഒഴുകി വരുന്നു. ആ നദി ആത്മീയമാണ്, പരിശുദ്ധാത്മ ശക്തിയാണ്. അതും നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുവചനത്തിൻ്റെ അവസാന ഭാഗം വെളിപ്പാടിൻ്റെ ഹല്ലേലൂയ 22-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 1-5 വരെയുള്ള വാക്യത്തിൽ ഈ ശക്തി നമ്മളെ കാണിക്കുന്നു. ഇത് വീണ്ടും തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ പുതിയ നിയമം മൊത്തം പരിശുദ്ധാത്മ ശക്തി കാണിക്കുന്നു. ഹല്ലേലൂയ എന്നിട്ടും ലാസ്റ്റിൽ ലോകത്തിൻ്റെ അവസാനത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ പരിശുദ്ധാത്മശക്തി എടുത്ത് കാണിക്കുകയാണ്. എങ്കിൽ എന്തുകൊണ്ട് പെന്തക്കോസ്ത് ദൈവസഭകൾക്ക് ഇത് പൂർണ്ണതയിലെത്താൻ കഴിയുന്നില്ല? എവിടെയാണ് ഹല്ലേലൂയ പോരായ്മ, കുറവ് എവിടെയാണെന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 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 സ്തോത്രം. പരിശുദ്ധാത്മ ശക്തി എന്നാൽ ദൈവശക്തിയാണ്. അപ്പോസ്തോലനായ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ഭൗതികതയിൽ നിന്നും ആത്മശക്തിയിൽ ലയിച്ചു പോവുകയാണ്. ചുറ്റുപാടും മറന്നു കളയുകയാണ്. ഹല്ലേലൂയ പ്രിയരെ, എത്ര ആത്മീകർ ആത്മവിവശരായിട്ടുണ്ട്. അതായത് ഒരു ദൈവമകന് അകത്തും പുറത്തുമായി പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്നു, കൊടിയ കാറ്റടിക്കുന്നു. ആ അനുഭവം ഒരു ആത്മീയന് ശാരീരികമായി അറിയാൻ കഴിയുന്നു. എത്ര പേർ ഇത് അനുഭവിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ പെന്തക്കോസ്ത് ദൈവസഭകളിലുള്ളവരോടാണ് ചോദിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചവർ അവർക്കുണ്ട്, അവർക്കറിയാം. എന്നാൽ അത് വളരെ ചുരുക്കം മാത്രമായി തീർന്നിരിക്കുന്നു ഓരോ സഭകളിലും. അതിനാൽ ഞാൻ ഇത് ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാൽ ഓർക്കത്തുമില്ല, ഓർപ്പിക്കത്തുമില്ല. അതാണ് ആത്മാവിനാൽ ഞാനിവിടെ വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് 1, 2, 3 അധ്യായത്തിൽ കൂടെ യോഹന്നാൻ അപ്പോസ്തലന് ദൈവത്തിൻ്റെ ശക്തി അറിയുന്നു. 7 നിലവിളക്ക്, അതായത് 7 സഭയെ കാണിക്കുന്നു. 7 നക്ഷത്രങ്ങൾ, 7 ദൂതന്മാർ, 7 ദൂതന്മാർ സഭയ്ക്കുള്ളതായി കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവൻ,
അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയവൻ, ഹിമം പോലെ വെളുത്ത മുടിയുള്ളവൻ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ. ആ സർവശക്തനായ ദൈവമാണ് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സർവ്വലോകത്തെയും ജയിച്ച്, പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, പാതാള ഗോപുരങ്ങളെ തകർത്ത് സ്വർഗാരോഹണം ചെയ്ത് ദൈവം പോയതുപോലെ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം നൽകിയ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തം നൽകിയ കർത്താവ് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവൻ, പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശം തന്ന കർത്താവ് നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, സർവത്തിൻ്റെയും ഉടയവൻ, സർവത്തെയും ഉളവാക്കിയവൻ, അവനാൽ അസാധ്യമായി. പ്രിയരേ, അവനാണ് നമ്മോടുകൂടെ വസിക്കുന്നത്, സർവശക്തൻ. ഹല്ലേലൂയ. നമുക്ക് ജയം മാത്രമാണ്. അവൻ്റെ വീണ്ടും വരവ് നമ്മുടെ ജയമാണ്. നിത്യജീവൻ നമ്മുടെ ജയമാണ്. ഹല്ലേലൂയ. വചനപ്രകാരം നാം എത്തി നിൽക്കുന്നത് ഉൽപ്പത്തി മുതൽ ഓരോ പുസ്തകത്തിൻ്റെയും പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞു. ഇപ്പോൾ എത്തിയിരിക്കുന്നത്, ഹല്ലേലൂയ, ഇപ്പോൾ എത്തിയിരിക്കുന്നത്, ഹല്ലേലൂയ, വെളിപ്പാട് 4-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നോട്ടുള്ള അധ്യായങ്ങൾ മാത്രമാണ് ഇനി സംഭവിക്കുവാൻ ബാക്കിയുള്ളത്. നോക്കുക, 66 പുസ്തകങ്ങളിൽ 66-ാമത്തെ പുസ്തകം മാത്രം കുറേ അധ്യായം ബാക്കിയുണ്ട്. അതായത് ഹല്ലേലൂയ, ന്യായവിധിയുടെ സമയം. ഹല്ലേലൂയ. ലോകം എങ്ങനെ 1000 ആണ്ട് വാഴ്ച, ന്യായവിധി, അതാണ് ബാക്കി. അതിനു മുൻപ് തൻ്റെ സഭയെ ചേർക്കും. ഹല്ലേലൂയ. നാം ഒരുങ്ങി നിൽക്കുക. സംഭവിക്കുവാനുള്ളത്. ഹല്ലേലൂയ. അതായത് തൻ്റെ സഭയെ ചേർപ്പാൻ കർത്താവ് വരുന്ന സമയം തൊട്ടടുത്തതായി കാണുന്നു. ഇതുതന്നെ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാകുന്നു. ഇത്രയും തിരുവചനത്തിൽ പറഞ്ഞ ചരിത്രങ്ങളും സംഭവങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയും വെളിപ്പാടിൻ്റെ കുറച്ച് അധ്യായം മാത്രമേ ബാക്കിയുള്ളൂ. ഹല്ലേലൂയ. അത് അന്ത്യനാളാണ്. അവിടെ നാം ദൈവമക്കൾ എത്തുന്നില്ല. ആ കർത്താവിൻ്റെ 2-ാമത്തെ വരവ് നമ്മെ ചേർക്കാൻ വേണ്ടിയാണ് കാണുന്നത്. ഇത് തന്നെ കർത്താവിൻ്റെ വരുന്നതിൻ്റെ അടയാളമാകുന്നു. നമുക്ക് ഒരുങ്ങി നിൽക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുങ്ങി നിൽക്കാം. ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചും, ഹല്ലേലൂയ, ശക്തമായി നിൽക്കാം. ലോകം സമാധാനമില്ലാതെ ഉഴലുകയാണ്. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാമാരി ഇവയാൽ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് മാറ്റാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയല്ല. ദൈവം വേഗം വരുവാൻ വേണ്ടിയും, ഹല്ലേലൂയ, ജനത്തിന് സമാധാനം കിട്ടുവാൻ, അതായത് സമാധാനം കിട്ടണമെങ്കിൽ രക്ഷയുടെ മാർഗത്തിലേക്ക് വരണം. ജനത്തെ രക്ഷയുടെ മാർഗത്തിലാണ് കൊണ്ടുവരുവാൻ നോക്കേണ്ടത്. അതായത് കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൊയ്ത്തിൻ്റെ കാലം, കൊയ്ത്തിനായി ഒരുങ്ങുക, വേലക്കാർ ഇല്ല, അവിടെയാണ് ഇപ്പോഴത്തെ സമയം. ഹല്ലേലൂയ. ജനത്തെ രക്ഷിച്ചാൽ, അവർ രക്ഷപ്പെട്ടാൽ ശത്രു ഭയന്ന് വിറച്ചുകൊണ്ട് ഓടും. അതിനുവേണ്ടി പോരാടുവാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. എങ്ങനെ പോരാടണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അടുത്തൊരു വിഷയത്തിൽ പറയാം. എങ്ങനെ പോരാടണം? ശക്തമായി നമുക്ക് പോരാടുവാൻ കഴിയും. നമുക്ക് വേല ചെയ്യുവാൻ കഴിയും. തിരുവചനം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട് കാണുന്നില്ല? ഹല്ലേലൂയ. കണ്ട് അറിയാം, അവിടെ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധ വിട്ടുപോവാണ്. ഇന്ന് വെറും ആത്മാവിൽ കർത്താവിൻ്റെ പേര് പറഞ്ഞ് സന്തോഷിക്കുക മാത്രം ചെയ്യുന്നത് തെറ്റല്ല. സന്തോഷിക്കട്ടെ, നിറയെ സന്തോഷിക്കട്ടെ. എന്നാൽ അഭിഷേകത്തിൻ്റെ നിറവും ആത്മീയ വർധനവും ആത്മീയ മണ്ഡലത്തിൽ, ആത്മീയ ഗോളത്തിൽ ദൈവമക്കൾ എത്തണം. ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു.
ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം.